ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ലോകചരിത്രം പഠിക്കുകയും മനുഷ്യകുലത്തിൻ്റെ ചരിത്ര സംവിധാനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ വാഴ്ചകളും അധികാരങ്ങളും വിവിധ പ്രാകാരണയുള്ള ആയുധങ്ങളും പരസ്പരം ചേർന്നു പോയിട്ടുണ്ട്. വാഴ്ചകൾ ലഭിക്കുന്നവരും അധികാരങ്ങൾ ലഭിക്കുന്നവരും അത് നിരന്തരം നിലനിർത്തുവാൻ വിവിധങ്ങളായ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും മനുഷ്യരെ പ്രമത്തരാക്കുന്നതും അഹന്തയിലേക്കും കൂടെ വർദ്ധിച്ചു വരുന്ന താല്പര്യം, വാഴ്ചകളോടും അധികാരങ്ങളോടും വർദ്ധിച്ചു വരുന്ന താല്പര്യം അത് ജീവനെ നിഹനിക്കുന്നതിലേക്കും ആയിത്തീർന്നിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടിയാണ് ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അധികാരം നിലനിർത്താൻ, അധികാരം സൂക്ഷിക്കാൻ വിവിധ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെതിരെ വാഴ്ചകളും അധികാരങ്ങളും ചേർന്ന് വരുന്നതാണ് ക്രൂശ്. വാഴ്ചകളും അധികാരങ്ങളും ചേർന്ന് വന്ന് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നു. റോമാ ഗവൺമെൻറ്റിൻ്റെ അധികാരവും യഹൂദ മതത്തിലെ പരീശവർഗത്തിൻ്റെ അധികാരവും അതെല്ലാം ചേർന്നാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ അധികാരവും അതിലുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ വിവിധ പ്രാകാരണയുള്ള അധികാരങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടുകയാണ്. അവയെ പരസ്യമായ കാഴ്ചയാക്കുകയാണ്. ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ഇല്ലാതാക്കുന്നത് ശുശ്രൂഷകനാകുന്നതിലൂടെയും ശുശ്രൂഷാ മനോഭാവത്തിൻ്റെ ഏറ്റവും വലിയ ഭാവമായി, ഏറ്റവും വലിയ മകുടമായി ക്രൂശിലേക്ക് താൻ പ്രവേശിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് വാഴ്ചകളും അധികാരങ്ങളും കേവലം താൽക്കാലികമെന്നും ദൈവരാജ്യത്തിലെ വിനയവും ദൈവരാജ്യത്തിലെ ശുശ്രൂഷയും ശുശ്രൂഷ മനോഭാവമാണ് പ്രധാനമെന്നും ക്രിസ്തു പഠിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശ് എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും നോക്കി ചിരിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നാറുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും എത്ര താൽക്കാലികമെന്നും എത്ര ക്ഷണികമെന്നും തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വേണ്ടി ആയുധങ്ങൾ ഉപയോഗിച്ച് ക്രൂശിക്ക് പോകുമ്പോൾ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരെ നോക്കി ക്രിസ്തു മന്ദഹസിക്കുന്നുണ്ടാവാം. ഇതാ ക്രൂശിൽ വാഴ്ചകളും അധികാരങ്ങളും പരാജയപ്പെടുന്നു, ക്രിസ്തു ജയിക്കുന്നു.